നമസ്കാരം. നമസ്കാരം സർ. നമ്മളിവിടെ നാഷണൽ അസോസിയേഷൻ ബ്ലൈൻഡ് ആണ്. ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ് റഫ്സൽ അല്ലേ? റഫ്സൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളോടൊന്ന് പറയാമോ? ഇന്നിപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളത് കഴിഞ്ഞ, അതായത് ഇതിനു മുമ്പ് എടുത്ത ക്ലാസ് നമ്മൾ റിവിഷൻ ആയിരുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ? അതെ. അപ്പൊ ഞാൻ തന്നെ ചോദ്യം ചോദിക്കാം. ഓർത്തെടുക്കാൻ പറ്റിയ നല്ലൊരു പേഴ്സണാലിറ്റി ആവാനായിട്ടുള്ള എന്താണ് ടിപ്സ്? നല്ലൊരു പേഴ്സൺ ആവണമെങ്കിൽ ആദ്യം നമ്മള് അതിനകത്ത് തന്നെ 7 ടിപ്സ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് അതിനകത്ത് പ്രധാനമായിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മള് മൊത്തത്തിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്ക്. ചില പല നെഗറ്റീവ് സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടാവുമെങ്കിൽ പോലും അതിനൊക്കെ നമ്മുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മളതിനെ ഓവർകം ചെയ്യണം. നമ്മളിപ്പോ പഠിച്ചപ്പം നമുക്കൊരു കാഴ്ച പരിമിതി താങ്കൾക്ക് ഉണ്ട്. ഓക്കെ, പക്ഷെ അതൊരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായി? അത് എപ്പോഴും ചിന്തിച്ചോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പരിമിതിയിൽ നിന്നും വെളിയിൽ വരുന്ന ഒരു പോസിറ്റീവ് തോട്ട് പ്രോസസ്. ആ പരിമിതിയിൽ നിന്ന് വെളിയിൽ വരാൻ നമുക്ക് ഏതൊക്കെ റൂട്ട് യൂസ് ചെയ്യാമോ ആ വഴിയെല്ലാം നമ്മൾ മുന്നോട്ട് പോകണം. അതിന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ തന്നെ സമൂഹത്തിലുണ്ട്. കാഴ്ച പരിമിതി ഉള്ള ഒരാളെ എങ്ങനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അത് പറഞ്ഞുതരാം. അതിനെ കുറിച്ച് ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ നമുക്ക് വലിയൊരു കാഴ്ച പരിമിതി ഉള്ള ഒരാൾക്ക്, ഇപ്പൊ കാഴ്ച പരിമിതി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് പഠിക്കണം, അവർക്ക് വിദ്യാഭ്യാസം നേടണമെങ്കിൽ അതിനകത്ത് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് ഏത് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ്, ഇപ്പൊ കോളേജ് വിദ്യാഭ്യാസം ആവട്ടെ, അല്ല ഹയർ സെക്കൻഡറി ആവട്ടെ, അല്ലെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ആവട്ടെ, അതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത് വേണ്ടപ്പെട്ട സ്ഥാപനങ്ങളോട് അന്വേഷിക്കുക. എന്നിട്ട് അവർക്ക് ഏത് വിദ്യാഭ്യാസമാണോ വേണ്ട അവരോട് ലിങ്ക് ആകുമ്പോഴത്തേക്കും, കാരണം കാഴ്ചപരിമിതിയുള്ള ഒരാളാകുമ്പോഴത്തേക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചാൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് വേണ്ടത് അത് അവർക്ക് ലഭിക്കും. ഓക്കെ, റഫ്സൽ ഇപ്പൊ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞല്ലോ അല്ലേ? എം എ കഴിഞ്ഞു. അതെ, വെരി ഗുഡ്. അപ്പം BA ഇവിടെ പഠിച്ചേ? യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് MA അല്ലേ? ഓക്കെ. അപ്പൊ ഈ പഠന സമയത്തൊക്കെ റഫ്സലിന് ഒരുപാട് സഹകരണങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്ത് കിട്ടിയതൊക്കെ ഒന്ന് പറയാം. എന്ന് വെച്ചാൽ പലർക്കും കാഴ്ചയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പഠിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി റഫ്സൽ എന്തായിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് പ്രധാനമായിട്ട് വേണമെങ്കിൽ എനിക്ക് എല്ലാരും സഹായിക്കും അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ എന്നാൽ അങ്ങനെ പറയുന്നില്ല. നല്ല ഗൈഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെല്ലുന്ന കോളേജ് അനുസരിച്ചിരിക്കും. കോളേജ് അവിടെ നമ്മളോട് ഇടപഴകുന്ന കുട്ടികളും അധ്യാപകരും അനുസരിച്ച്. നമുക്കൊരു ആലോചിച്ചോട്ടെ, ഇത് കേൾക്കുന്നവർക്ക് ഞാൻ ചോദ്യം ചോദിക്കുന്നത്, ഒരു അഡ്മിഷൻ വേണം എനിക്കിപ്പോ, എന്ത് ചെയ്യണം? ഒരു കാഴ്ച പരിമിതി ഉള്ള ഒരാൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ആദ്യം നമ്മള് പോവുക. ആദ്യം നമ്മൾ പോയിട്ട് പ്രിൻസിപ്പാളിനെ കാണുക. അപ്പൊ ഏത് കോളേജാണോ വേണ്ട ആ കോളേജിൽ പ്രിൻസിപ്പാളിനെ കാണുമ്പോഴത്തേക്കും അവര് ആദ്യം നമുക്ക് ഒരു ഫോം തരും. ആ ഫോം നമ്മൾ പൂരിപ്പിക്കുക. അതിനകത്ത് നമ്മളെ കോളേജായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അപ്പൊ അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഒരുപാട് പല രീതിയിലുള്ള ഫോമുകൾ ഫില്ല് ചെയ്യാനുണ്ട്. നമ്മളെ എഡ്യൂക്കേഷൻ ആവട്ടെ, അതുപോലെ തന്നെ ഫീസിന്റെ കാര്യമാവട്ടെ, സ്റ്റേ എവിടെയാണ്, വീട്ടിൽ പോയി വരണം, ഹോസ്റ്റലാണ്, അങ്ങനെ ഫുൾ ഒരുപാട് കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. ഒരുപാട് 1-2 ഫോംസ് തരും. അപ്പൊ അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മൾ പ്രീവിയസ് ആയിട്ട് നമ്മൾ എന്താണോ ചെയ്തത് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ ഹാജരാക്കുക. അപ്പൊ അവർ അത് വായിച്ചിട്ട് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് അത് അവര് കൃത്യമായിട്ട് ചെയ്തു തരും. നല്ല രീതിയിലുള്ള ഗൈഡൻസ് എനിക്ക് ഇതുവരെ മോശം അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പോയ സ്ഥലത്തൊക്കെ നല്ല രീതിയിലുള്ള ഗൈഡൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സപ്പോർട്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു നിൽക്കേണ്ട, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കോളേജിൽ പോയി അവിടുത്തെ പ്രിൻസിപ്പളിനെ കാണുക, ഫോംസ് ഫില്ല് ചെയ്യുക, അവർ നിങ്ങളെ സഹായിക്കുക എന്നാണ് പറയുന്നത് അല്ലേ? എന്നാൽ പലർക്കും അറിഞ്ഞൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്ങനെ ചെയ്യണം, ഒരു BA എങ്ങനെ ചെയ്യണം എന്നറിയില്ല. ചെന്നിട്ട് അവര് ആദ്യം ഏത് കോളേജാണോ അത് ആദ്യം നമ്മൾ ഏത് കോളേജാണോ വേണ്ടത്, ഏത് സബ്ജക്ട് ഏത് ഇതാണോ പഠിക്കുന്നത്, BA ആണെങ്കിൽ അങ്ങനെ MA ആണെങ്കിൽ നമ്മൾ അക്ഷയ പോവുക. അക്ഷയ പോയിട്ട് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക. ഇന്ന കോളേജില് ഇത്ര എവിടെയൊക്കെയാണ് അഡ്മിഷൻ എന്ന അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുക. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അലോട്ട്മെന്റിനകത്ത് രേഖപ്പെടുത്തുക. അപ്പൊ അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കിന്റെ ബേസിസ് അനുസരിച്ച് അലോട്ട്മെന്റിൽ നമുക്ക് ഇന്ന കോളേജിൽ നമുക്ക് അഡ്മിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്ന ഡേറ്റിൽ നമ്മൾ അവിടെ പോവുക, ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. ഈ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സാറുമാര് പഠിക്കും? നിങ്ങൾ ഇതെങ്ങനെ എഴുതിയെടുക്കുന്നതൊക്കെ നോട്ട്സ് ഒക്കെ ബ്രെയിൽ എഴുതുമോ അതോ? അത് ചില കുട്ടികളുടെ അനുസരിച്ച് ചിലവരാണ് ബ്രെയിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ബ്രെയില് പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ ബ്രെയിൽ ഫോളോ ചെയ്യണം. ഇപ്പൊ റെക്കോർഡിങ്സ് ആണ് കൂടുതലും. മൊബൈൽ ഫോൺ വഴി റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് റിവൈൻഡ് ചെയ്ത് കേട്ട് പഠിക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർ ഹെൽപ്പ് ചെയ്യുക. അവര് ഇതേപോലെ എന്നെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ഇരുന്നിട്ട് അവരുടെ വോയിസ് നോക്കിയിട്ട് അവര് വായിച്ചിട്ട് വോയിസ് ആക്കി നമുക്കത് ഇട്ട് തരും. നമ്മളത് ഇതേപോലെ കേട്ട് പഠിക്കുക. വാട്സപ്പ് പോലുള്ള
ഇത് സോഷ്യൽ മീഡിയ വഴി അവര് നമുക്കതിട്ട് നമ്മളത് കേട്ട് റിവൈൻഡ് ചെയ്തു. കേട്ടു. എന്നിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു സ്ക്രൈബിനെ കൊണ്ട് പരീക്ഷയ്ക്ക് നമ്മൾ സ്ക്രൈബിനെ കൊണ്ടുപോകാം. നമുക്ക് സ്ക്രൈബിനെ നൽകണമെന്ന് യൂണിവേഴ്സിറ്റി പരമായിട്ട് ഓർഡർ ഉണ്ട്. അപ്പൊ നമുക്ക് അവര് നിയമം അനുസരിച്ച് പ്രിൻസിപ്പൾ തന്നെ സ്ക്രൈബിനെ നമുക്ക് നൽകണമെന്നാണ്. പക്ഷെ നമ്മൾക്ക് നമ്മൾ അവിടെ അത്യാവശ്യം ഒരു ചെറിയൊരു സപ്പോർട്ട്, കൂട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്ത് അവര് ഹെൽപ്പ് ചെയ്യും. അവര് നല്ലൊരു കുട്ടിയെ. ഈ ഫീസിന് എന്തെങ്കിലും ഫീസിന് ഇളവുണ്ട്. അത് നമുക്ക് ഇപ്പോ നോർമലായിട്ട് ഒരാൾക്ക് 6 രൂപ ഗവൺമെന്റ് കോളേജിന് 6000 രൂപയൊക്കെ അടയ്ക്കേണ്ട സ്ഥാനത്ത് നമുക്ക് 2000 രൂപ അടച്ചാൽ മതി. അതുപോലെ പല രീതിയിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് പി എച്ച് എന്നൊരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോസ്റ്റൽ ഫീ അടയ്ക്കേണ്ട. ആ സ്കോളർഷിപ്പ് വഴി അത് അടഞ്ഞു പൊക്കോളും. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ശരി, മനസ്സിലായി. അപ്പൊ ഇന്നിപ്പം അദ്ദേഹം പറഞ്ഞ നമ്മളെ ഫസ്റ്റ് ലൈഫിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണമെന്നാണ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ പറയുന്നതിൽ നമുക്കൊരു ആഗ്രഹം മനസ്സിൽ വേണം. അത് പഠിക്കാനാണ് അദ്ദേഹം പറയുന്നത്. പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്നൊരു പോസിറ്റീവ് ടിപ്പാണ് തന്നത്, അല്ലെ? കറക്റ്റ് അല്ല? അതിന്റെ കൂടെ വേറെ നമ്മളൊരു 6 ടിപ്പും കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്നാ എന്തൊക്കെയാണ്? നമ്മള് മൈൻഡ്ഫുൾനെസ് അങ്ങനെ സംഭവം നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലവ് നേച്ചർ, അതുപോലെ റീഡ് ഗുഡ് ബുക്സ്, ഗുഡ് ഓഡിയോ ബുക്സ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രാഡിയൻസ്, നന്ദിയുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ഒബീഡിയൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇന്ന് മനസ്സിലായി, പഠിക്കാൻ താല്പര്യമുള്ള ഒരു മടിച്ചു നിൽക്കേണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി നിങ്ങളൊരു വിഷ്വലി ചലഞ്ചിലാണെങ്കിൽ ഒരു പരിമിതിയായിട്ട് കാണണ്ട. റഫ്സലിനെ പോലുള്ള കുട്ടികൾ MA വരെ ചെയ്തിട്ടുണ്ട്. ഇനിയും അവർക്ക് പഠിച്ച് ഒന്നെങ്കിൽ ഗവൺമെന്റ് ജോബോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാലിൽ നിൽക്കാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് തന്നെ നമുക്കും പ്രോത്സാഹനമാണ്. ഞങ്ങളും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മയുടെ നാഷണൽ അസോസിയേഷൻ ഓഫ് ബ്ലൈൻഡ് ഇവിടെ ചേരാച്ചിറ റോഡിലാണ്, തിരുവനന്തപുരത്ത്. ഞങ്ങളുടെ കൂടെ വളരെ നന്ദിയാണ്.